നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്. സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അവരുമായി പങ്കുവെക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ലോകം കണ്ട മികച്ച തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്നേഹവും വിശ്വാസവും നിലനിർത്തുമ്പോൾ തന്നെ സ്വന്തം സുരക്ഷയ്ക്കും വ്യക്തിത്വത്തിൻ്റെ കരുത്തിനും വേണ്ടി ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കുടുംബത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് അനാവശ്യമായ ആശങ്കകളും തടസ്സങ്ങളും ഒഴിവാക്കുവാനാണ്. ഒരു വ്യക്തിയെ അജയ്യനായി മാറ്റുന്ന, കുടുംബത്തിനോട് പോലും പങ്കുവയ്ക്കുവാൻ പാടില്ലാത്ത ആ 7 ചാണക്യതന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, മനസാ ചിന്തിതം കാര്യം വാചാ നൈവ പ്രകാശയേത്. അതായത്, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നതിന് മുൻപ് വാക്കുകളിലൂടെ വെളിപ്പെടുത്തരുത്. അത് രഹസ്യമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും വേണം. കുടുംബം നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുവാനാണ്. ഒന്നാമതായി, നിങ്ങളുടെ പദ്ധതികൾ അതായത് പ്ലാൻസ് മുൻകൂട്ടി പറയരുത്. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തൻ്റെ വലിയ ലക്ഷ്യങ്ങളും പദ്ധതികളും അവ പൂർത്തിയാകുന്നതിന് മുൻപ് ആരോടും പറയരുത്. പകുതി വഴിയിലുള്ള പദ്ധതികൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അവ മറ്റുള്ളവരോട് പറയുമ്പോൾ തുടക്കത്തിൽ അവർ പ്രോത്സാഹിപ്പിച്ചേക്കാം. എന്നാൽ ആ ജോലിയിൽ നിങ്ങൾ പരാജയപ്പെടുകയോ തടസ്സങ്ങൾ നേരിടുകയോ ചെയ്താൽ ഇതേ ആളുകൾ നിങ്ങളെ പരിഹസിക്കുവാനും നിസ്സാരമായി കാണുവാനും തുടങ്ങും. ലോകത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങളല്ല, ഫലങ്ങളാണ് കാണേണ്ടത്. 2. നിങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തരുത്. ആത്മനാത്മനോ ബന്ധുരാത്മനൈവ പുരാത്മന. മനുഷ്യൻ സ്വയം തൻ്റെ സുഹൃത്തും ശത്രുവുമാണ്. നിങ്ങളോടുള്ള പേടികളും കുറവുകളും കുടുംബത്തോടോ മറ്റുള്ളവരോടോ പറയുമ്പോൾ അവർ നിങ്ങളെ ആശ്വസിപ്പിച്ചേക്കാം. എന്നാൽ അതുകൊണ്ട് ആ ബലഹീനത ഇല്ലാതാകുന്നില്ല. നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അവ പരസ്യമാക്കുന്നത് ഭാവിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ വൈകാരികമായി തളർത്തുവാനുള്ള ആയുധമായി മാറിയേക്കാം. 3. വ്യക്തിപരമായ ബന്ധങ്ങളിലെ തർക്കങ്ങളൊക്കെ. ദേഷ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ പലതും പറയും. അത് നമ്മുടെ യഥാർത്ഥ സ്വഭാവമാകണമെന്നില്ല. നിങ്ങളുടെ പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഉടൻ തന്നെ വീട്ടുകാരോട് പറയരുത്. നിങ്ങൾ പിന്നീട് അവരുമായി ഇണങ്ങിയേക്കാം. എന്നാൽ നിങ്ങളുടെ വീട്ടുകാരുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള മോശം പ്രതിച്ഛായ മാറുകയില്ല. ഇത് അനാവശ്യമായ കുടുംബകലഹങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും കാരണമാകും. 4. സാമ്പത്തിക വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തരുത്. പണം എന്നത് ശക്തിയുടെ അടിസ്ഥാനമാണ്. നിങ്ങളുടെ ആകെ സമ്പാദ്യം, വരുമാനം, നിക്ഷേപങ്ങൾ എന്നിവയുടെ കൃത്യമായ കണക്ക് രഹസ്യമാക്കി വെക്കുക. വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പൊതുവായ വിവരങ്ങൾ നൽകാം. എന്നാൽ എല്ലാ കണക്കുകളും വെളിപ്പെടുത്തുന്നത് ചിലപ്പോൾ അനാവശ്യമായ ചിലവുകൾക്കോ വൈകാരികമായ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് കടം കൊടുക്കുവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്കോ നിങ്ങളെ നയിച്ചേക്കാം. 5. ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദേഷ്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. വീട്ടിലെ ചെറിയ അംഗങ്ങളോടോ മറ്റുള്ളവരോടോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ ശക്തിയെയല്ല, ബലഹീനതയാണ് കാണിക്കുന്നത്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയില്ല. ശാന്തത പാലിക്കുന്നവനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. 6. താരതമ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. മറ്റൊരാളുമായി നിങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നത് നിങ്ങളെ തളർത്തുവാൻ മറ്റുള്ളവർക്ക് അവസരം നൽകുന്നതിന് തുല്യമാണ്. അത്തരം സംസാരങ്ങളെ അവഗണിക്കുക. വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും വിജയത്തിലൂടെയും മറുപടി നൽകുക. 7. എല്ലാ തർക്കങ്ങളും യുദ്ധമാക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ജയിക്കണമെന്ന വാശി ഉപേക്ഷിക്കുക. ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കുന്നതിലാണ് വലിയ വിജയമുള്ളത്. വീട്ടിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സ്വന്തം ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് സമാധാനം നശിപ്പിക്കും. എവിടെ സംസാരിക്കണം, എവിടെ മൗനം പാലിക്കണം എന്ന് അറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നത് നിങ്ങളെ കൂടുതൽ കരുത്തനും ഉത്തരവാദിത്തമുള്ളവനുമാക്കും. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ച ഈ 7 തത്വങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികാട്ടികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏത് കാര്യമാണ് കൂടുതൽ സ്വാധീനിച്ചത്? കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.